ചേച്ചി പിന്നെ ഈ നാടകത്തിൽ നിന്നാണ് നേരെ ചേച്ചി സീരിയലിലേക്ക് അല്ല സിനിമയിലേക്ക് വന്നത്. അതെ. പിന്നെ സീരിയലിലേക്ക് വന്നു. അപ്പൊ ഈ ക്യാരക്ടേഴ്സ് ഒക്കെ ചേച്ചിയോട് നേരത്തെ വന്ന് പറഞ്ഞു തരുമോ? ഇന്ന പോലെയാ ചെയ്യുന്നത്, ഇന്നതാ ചെയ്യേണ്ടത്? ഇല്ല, ഇന്ന് വരെയായിട്ട് എന്നോട് ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ ലൊക്കേഷനിൽ ചേച്ചി അഭിനയിക്കാൻ നിൽക്കുമ്പോഴാണ് പറഞ്ഞിരുന്നേ? ഞാൻ ഫസ്റ്റിലെ ഈ കേരളക്കപ്പ സിനിമയിൽ എന്നെ വിളിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞത് ഒരു കുട്ടിയെ വളർത്താൻ, ഒരു കുട്ടീനെ വളർത്തുന്ന സീനാണ്. അപ്പോൾ ആ കുഞ്ഞിൻ്റെ കൂടെ എപ്പോഴും സ്വന്തം കുഞ്ഞിനെ നോക്കണ പോലെ ആ കുഞ്ഞിനെ നോക്കുക, ഇതാണ് എൻ്റെ ഇടയ്ക്ക് പറഞ്ഞു തന്നത്. ആ രംഗങ്ങളാണ് ഞാൻ അതേപോലെ എൻ്റെ പേരക്കുട്ടിയെ നോക്കുന്നു, അതേപോലെ അതിനെ ഞാൻ നോക്കി. അവിടെ അഭിനയിച്ചില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വന്ന് ശ്രീധരൻ സീരിയലിലേക്ക്. സീരിയലിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്നോട് പറഞ്ഞു ചാളമേരി എന്നൊരു ക്യാരക്ടറിലാണ് ചേച്ചിയുടെ. എനിക്ക് തോന്നുന്നു മോളി ജോസഫ് എന്നുള്ള പേര് പോലും നാട്ടുകാർ മറന്നുപോയി. എല്ലാവരും എന്നെ വിളിക്കുന്നത് ക്യാരക്ടർ. കാര്യം കുറേ സ്വർണ്ണമൊക്കെ വാരിയിട്ട് വെച്ചു എൻ്റെ പൊന്നുമാളി. അത് പറയുമ്പോൾ തന്നെ എനിക്ക് കാരണം എൻ്റെ പെടലിയൊക്കെ എല്ലാം പൊട്ടി പഴുത്ത് പണ്ടാറങ്ങി വെള്ളം കണ്ട വരം മുഴുവൻ എല്ലാം വാരിയിട്ടിട്ട് ഞാൻ അവർ തന്നെ എന്നെ ആശുപത്രി കൊണ്ടുപോകേണ്ട ഗതികേടും വന്നു. അത്രയ്ക്ക് എന്തായിപ്പോയി. അതാ നമുക്ക് തന്നെ കൂടെ കോസ്റ്റ്യൂമ പച്ച നീല മഞ്ഞ ഇടിപെട്ടിയാക്കണ കളർ. ആ കളർ തന്നെ മതി യാതൊരു ചാളവേരിക്ക് പറ്റിയത്. ആ കളർ കാണുമ്പോൾ തന്നെ നമ്മുടെ സകല പിടിയും വിട്ടുപോകും. കോസ്റ്റ്യൂം കൊടു, അപ്പം വരുവാടാ ചുവപ്പ്. കോസ്റ്റ്യൂം കൊടു, അപ്പം വരുവാടാ നീല. അത് കാണുമ്പോൾ തന്നെ ഞാൻ വേറെ ഒന്നുമില്ലേ ഈ ആദ്യ കോസ്റ്റ്യൂം കിട്ടാണ്ട്. പക്ഷെ എനിക്ക് കിട്ടുന്ന കോസ്റ്റ്യൂം മഞ്ഞ. ഒരു ഇടിവെട്ട് മഞ്ഞയുണ്ട്. ആ മഞ്ഞ എടുക്കുമ്പോൾ എനിക്ക് ഒന്നും കൂടി കൈ മൂക്കും. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുന്നു? അല്ലെങ്കിൽ നമ്മൾ അഭിനയിച്ചു വെക്കുന്നത് ഡയറക്ടർ സാറിന് അത്രക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നെ. പക്ഷെ ചേച്ചി ഇന്നും ആ ഒരു ക്യാരക്ടർ ആരും മറക്കുന്നില്ല. അതെ, ഇന്നിപ്പോൾ ആ സീരിയൽ തമിഴിൽ കിടക്കണം. അപ്പൊ ചേച്ചി പോന്നോ? ഓ, എന്നെ വിളിച്ചിട്ടുണ്ട് തമിഴ്. അവിടെ പച്ച നീലയും മഞ്ഞ ഇടാം. അവിടെ ഇടാം എനിക്ക് പച്ച നീലയും മഞ്ഞ. അവിടെ കുറച്ച് ഓവറായിട്ട്. അപ്പം അവിടെ ഇപ്പം ഇന്നലെ എന്നെ കഴിഞ്ഞ ആഴ്ച റഷീദിക്ക വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ചേച്ചി നമ്മുടെ സീരിയൽ തമിഴിൽ തുടങ്ങിയിട്ടുണ്ട്, ചേച്ചൻ അടുത്തന്നെ വിളിക്കും കേട്ടാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓ ഞാൻ വന്നോളാന്ന് പറഞ്ഞു. ചേച്ചി ഇപ്പൊ ഒരു കാര്യം മനസ്സിലായില്ലേ? ചേച്ചി ഒരുപാട് കഷ്ടപ്പെട്ടതിന് ഈശ്വരൻ എവിടെയെല്ലാം കൊണ്ടുപോകുന്നു നോക്കൂ. എത്രയൊക്കെ ഉയർച്ചയിലേക്കാണ് ദൈവം കടത്തിവിടുന്നത്. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഈ ആര് മറന്നാലും ഈശ്വരൻ മറക്കൂല എന്നുള്ളൊരു തെളിവില്ലേ നമ്മുടെ മുന്നിൽ? അതാ. അപ്പൊ ചേച്ചിയുടെ മനസ്സ് പോലെ എപ്പോഴും നല്ലതായിരിക്കട്ടെ. ആ മനസ്സിൽ ഏറ്റവും നല്ലത്. അതെ, തീർച്ചയായിട്ടും. ഞാൻ എന്റെ ഭക്ഷണം തരട്ടെ. എനിക്ക് ചേച്ചിക്ക് കൊടുക്കാൻ പേടിയാവുന്നു. ഒരു ഉണക്ക ചപ്പാത്തി. അതെ, ഈ ബീഫിൻ്റെ കൂടെ പിന്നെ വെള്ളയപ്പാണ് തരണ്ടേ. ഈ 1 മണിക്കൂർ കൊണ്ട് ഞാൻ വെള്ളയപ്പത്തിന് അരയ്ക്കാൻ നോക്കുവോ? ഓക്കെ. പിന്നെ എന്നെ കുറ്റം പറഞ്ഞ കാര്യമുണ്ട്. ചപ്പാത്തി അല്ല വേറെ എന്നാ ഉണ്ടാക്കും? ഞാൻ ദോശ ഉണ്ടാക്കി തരാൻ പറ്റത്തില്ല. അത് പറ്റിയല്ല. ഇതിന്റെ കൂടെ വെള്ളയപ്പത്തിന് ഇഷ്ടം ചപ്പാത്തിയാണ്. പിന്നെ എന്നതിനാ കുറ്റം പറഞ്ഞത്? അല്ല, ചപ്പാത്തിയുടെ കോലം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത്. ചപ്പാത്തിയുടെ കോലം ഇങ്ങനെ മടക്കാം, ഇങ്ങനെ മടക്കാം, ഇങ്ങനെ മടക്കാം. അല്ലാതെ ഇങ്ങനെ ഒന്നും മടക്കാനൊക്കത്തില്ലല്ലോ. എനിക്ക് തന്നെ ചപ്പാത്തി കണ്ട പകുതി തിന്നേന്റെ ബാക്കി. ഷോ, എന്നാ പിന്നെ ഇങ്ങോട്ട് തന്നെ. വേണ്ട വേണ്ട, പകുതി തിന്നേന്റെ ബാക്കി എന്നല്ലേ പറഞ്ഞോളൂ. എന്നാ അങ്ങനെയാ സ്നേഹമുള്ളവർ അങ്ങനെയാ ഉള്ളത്. ചേച്ചിക്ക് ഒരു കാര്യം അറിയാമോ? നമ്മുടെ ക്രിസ്ത്യൻ ഇതില് ഇല്ല, പക്ഷെ ഹിന്ദുക്കളുടെ ഇതില് ശ്രീരാമനെ ഏറ്റവും കൂടുതൽ എന്താ പറയാ ആരാധിച്ച ഒരു ഭക്ത ഉണ്ടായിരുന്നു. ശബരി എന്ന് പറഞ്ഞിട്ട്. അറിയോ ചേച്ചി? മകളൊന്നും അല്ല, ഭക്തയായിരുന്നു. ആ അമ്മ ശ്രീരാമന് കൊടുത്ത എങ്ങനെയാണെന്നറിയോ ഭക്ഷണം? ഒരു പഴമാണ്, ഒരു പടല പഴമാണ് വെച്ചിട്ട് എല്ലാ പഴവും തിന്നു നോക്കി ഏറ്റവും മധുരമുള്ളത് എന്റെ ഭഗവാൻ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അതേ അമ്മ കൊടുത്തത്. അതുപോലെയാണ് കൂട്ടിയാ മതിയേ. ചപ്പാത്തി ഉണ്ടാക്കിയതിൽ ഇത്ര രുചി ഉണ്ടായത്. പിന്നല്ലാതെ അതിന്റെ പകുതി തിന്നു പകുതി എനിക്ക്. ഞാൻ കാര്യം വേണ്ടേ, രുചിയുള്ളതാണോ തന്നെ? അപ്പൊ അത് സമ്മതിച്ചേ. ചീത്തയല്ല, താഴെ വീണതോ അല്ലെങ്കിൽ ഈച്ച ഇട്ടതോ ഒന്നും തന്നില്ലല്ലോ. നല്ലതല്ലേ തന്നുള്ളൂ. അപ്പൊ എന്റെ മനസ്സ് നല്ലാന്ന് കൂട്ടിക്കോ. അല്ലാതെ ഇതിനെയല്ല കുറ്റം പറയണ്ട. ഇനി അടുത്ത എന്നതേലും കുറ്റം കണ്ടുപിടിക്കുമായിരിക്കും. മതി, നിൽക്കട്ടെ. അത്രേ തരുവുള്ളൂ. കൊളസ്ട്രോൾ ഉള്ളതല്ലേ. പേടിയുണ്ടാ? പിന്നെ ഇത്രയും ഭയങ്കര വലിയൊരു പാചക വിദഗ്ധയുടെ മുമ്പിൽ ഞാൻ എൻ്റെ ഒരു കുഞ്ഞു സാധനം വെക്കുമ്പോൾ പേടിയില്ലായിരിക്കോ? ആരാണ് കറി വെപ്പിക്കാൻ പഠിപ്പിച്ചത്? എന്റെ അമ്മ. ഇങ്ങനെ? എന്റെ അമ്മ കറി വെച്ച ഞാൻ വെക്കും.
കൊന്നുകളയുന്നേ. വേണ്ട, എന്റെ അമ്മയെ പറഞ്ഞാൽ എനിക്ക് ദണ്ണം തട്ടും. നീ പിന്നെ എന്നതാ കഴിക്കുന്നത്? പിന്നെ പിന്നെ കഴിക്കുന്നതിനാ രുചികൊണ്ടാണ്. വിശ്വസിക്കാൻ കൊള്ളുകയല്ല, ഉറപ്പിച്ച്. അതാ, എപ്പോൾ വേണേലും പണി തരാം. ഇപ്പൊ പറയുന്നതല്ല, പിന്നെ പറയുന്നത് ഉള്ള നേരം പറയാലോ. ഞാൻ നേരത്തെ വിചാരിച്ചു നല്ല മനസ്സുള്ള ചേച്ചിയാന്ന്. ഇപ്പൊ നോക്കിക്കേ, ഒരു പിടുത്തവും കിട്ടുന്നില്ല. എന്നാ സ്വഭാവമാണോ എന്തോ. ഞാൻ മരുമക്കളെ കാണട്ടെ, ഒന്ന് ഏഷ്യനെ ഏറ്റിട്ടു. കറി വെക്കാൻ പഠിച്ചിട്ടും വേണം ഇങ്ങനെയൊക്കെ ഉക്രസായിക്കണം. കുറെ നേരം ഏതാണ്ട് ഒരു ആംഗ്യ ഭാഷ കാണിക്കുന്നുണ്ടല്ലോ കുറച്ചു നേരം മുമ്പേ. എന്നാ പിന്നെ ഇങ്ങനെ തന്നേക്കാം, ഞാനങ്ങ് എടുത്തോളാം. ഞാൻ നോക്കിക്കോളാം. വേണം പറഞ്ഞിട്ട് ഞാൻ പറയും. താങ്ക് യു ചേച്ചി. ചേച്ചിയുടെ ഒരു കൈപ്പുണ്യം മരുമക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? അത് എൻ്റെ മക്കളിൽ എൻ്റെ ഇളയ മകൾ വീട്ടിൽ വന്ന സമയത്ത് അവൾക്ക് പയറ് കളിക്കാൻ അറിയാം, പിന്നെ ചെറുപയർ കളിക്കാൻ അറിയാം, കടല കളിക്കാൻ അറിയാം, ബീൻസും മുട്ടയും കൂടി കളിക്കാൻ അറിയാം. ഈ 3 കൂട്ടം മാത്രം അറിയാൻ പാടുള്ളൂ, വേറെ ഒന്നും അറിയാൻ പാടില്ല. ഞാൻ എന്തെങ്കിലും കറി വെക്കുന്ന സമയത്ത് വിളിക്കും. നമ്മളെപ്പോഴും അമ്മ ഉണ്ടാകുമെന്നും ഉണ്ടാകില്ല, മനുഷ്യൻ്റെ കാര്യം പറയാൻ പറ്റൂല. അപ്പം അത് ഇന്ന പോലെ കറി വെക്കണം ഞാൻ കാണിച്ചു കൊടുക്കും, പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെ പഠിപ്പിച്ചു കൊടുത്ത് ഇന്നിപ്പോൾ ആള് ഇന്നലും മിടുക്കിയായി. കണ്ടോ, അത്ര മൂത്താളായില്ല, മൂത്താൾക്ക് അത്രയാളാണ് മിടുക്കിയായത്. മൂത്താളെന്ന് പറഞ്ഞാൽ മൂത്താൾ ഇവള് താമസിച്ചിട്ട് കിഴക്കാരി മുസ്ലിം സ്ഥലം സ്ത്രീധനം കിട്ടിയ ആ വകുപ്പിൽ കിഴക്കാൻ താമസിച്ചത്. അപ്പം അയാൾക്ക് ഇതൊന്നും കാണിച്ചു കൊടുക്കാനൊന്നും പറ്റിയില്ല. എന്നാലും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണോ അമ്മച്ചി അത് ചെയ്യണമെന്നൊക്കെ വിളിച്ചു ചോദിക്കും. ചിലപ്പോൾ ഞാനുണ്ടെങ്കിൽ ചെന്ന് ഞാൻ ചെയ്ത് കൊടുക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഫോണിൽ കൂടി പറഞ്ഞു കൊടുക്കും. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ബീഫ് കറി എത്ര മോശമായിരുന്നു? അടിപൊളിയായിരുന്നു. പേടിപ്പിച്ചതല്ലേ? ഞാൻ വെറുതെ പറഞ്ഞല്ലേ. എൻ്റെ മോളെ ഒന്ന് കളിപ്പിച്ചില്ലേ പിന്നെ ഞാൻ പിന്നെ ജീവിച്ചെന്നിട്ട് കാര്യം. അങ്ങനെയൊന്നുമല്ല, നല്ല ചേച്ചിയാ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മിക്ക ഞായറാഴ്ച ദിവസവും എനിക്ക് ഉപ്പുമുളക് കഴിക്കും. ഇതൊന്നും കഴിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ വീട്ടിൽ ഒന്നെങ്കിൽ ചിക്കൻ അല്ലെങ്കിൽ ബീഫ് അല്ലെങ്കിൽ പോട്ടി ഇതൊക്കെ ഇരിക്കും. അപ്പൊ ഞാൻ പോട്ടി മേടിക്കുന്ന സമയത്ത് ഞാൻ പറയും എന്തും പറ്റാ എന്ത് കുളത്തോന്നാ ഞാൻ കഴിക്കുമെന്ന് പറയും. പോട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇത്ര നാളും ഞണ്ടും ചെമ്മീനൊക്കെ തിന്നതല്ലേ, ഇനി ഞണ്ടും ചെമ്മീനും തിന്നാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു. ഞണ്ടും ചെമ്മീനെന്ന് പറഞ്ഞാൽ പറയുമ്പോഴേ ഡോക്ടർ കേൾക്കും, ചെല്ലുമ്പോ ചോദിക്കും അപ്പൊ കളതറ കാണിച്ചിട്ടുണ്ടല്ലേ. ഞാൻ പറയും ഡോക്ടർ ഞാൻ ഇന്നലെ ഞാൻ ചെമ്മീനും കൂട്ടിക്ക് ഓർമ്മിച്ചാ വന്നോട്ടാന്ന് പറയും. ഡോക്ടറോട് പറഞ്ഞേച്ചായിരിക്കുന്നേ. പിന്നെ ഞണ്ട് കിട്ടിയ ഞാൻ വെറുതെ ഇരിക്കുവോ? ഏച്ചെന്നാലും ഞണ്ട് ഞങ്ങൾക്ക് ഞണ്ടിന് പുറത്തു പോകണ്ട. വീട്ടിൽ ഞണ്ട് നേരെ സന്ധ്യ ആകുമ്പോഴേക്കും വലിയ തോടാ ഞങ്ങളുടെ വായിക്കല്. അപ്പോൾ കൊച്ചുങ്ങൾ ഒരാ കമ്പിയുമായിട്ട് ഇറങ്ങും ഞണ്ട് പിടിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഞണ്ടിൻ്റെ ഇടയിൽ നിന്ന് ഞണ്ട് ഇറങ്ങി വരുമ്പോൾ കൊച്ചുങ്ങൾ കുത്തി പിടിക്കും. അപ്പം തന്നെ കൊണ്ടുവന്ന് അവനെ പൊളിച്ച് പാചകം ചെയ്ത് ഫ്രഷായിട്ട് അടിക്കണേ അങ്ങ്. ഇനി നെക്സ്റ്റ് ചേച്ചി തമിഴിലേക്ക് എൻട്രി ചെയ്യാൻ പോവാ. അവിടെ ഫിലിം ചെയ്തിട്ടുണ്ടോ ചേച്ചി ഇതുവരെ? ചെയ്തിട്ടുണ്ട് സിനിമ. ഓക്കെ, ഇനിയിപ്പോ ചേച്ചി ബിസി ആവുമല്ലേ? ഈ പറഞ്ഞ പോലെ തമിഴ് സീരിയലെല്ലാം കയറി കഴിഞ്ഞ് ഇതേപോലെ ഫുൾ ക്യാരക്ടർ നല്ലോണം അങ്ങ് ചെയ്യുമ്പോൾ അവിടെയും ഫേമസ് ആവും. അവിടെ നമ്മുടെ പോലെ അല്ലല്ലോ, നല്ലൊരു ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തിരക്കായിരിക്കും. ചേച്ചിക്ക് തമിഴൊക്കെ പറയോ? ഞാൻ 10 വയസ്സിൽ തൊട്ട് ചവിട്ടണം തമിഴല്ലേ മോളെ. അപ്പൊ തമിഴ് നല്ലോണം അറിയാം. ഓക്കെ, ഇനി അടുത്ത പ്രോജക്റ്റ് ഏതൊക്കെയാ ചേച്ചിയുടെ? അടുത്ത പ്രോജക്റ്റ് എനിക്ക് പറഞ്ഞേക്കണ തമിഴ് പടമാണ്. മലയാളം പടമുണ്ട്, തമിഴ് പടമുണ്ട്. അത് ഇവിടെയല്ല, ഒന്ന് മറ്റേ കണ്ണൂരാണ് 2 പടവും ഉള്ളത്. അപ്പോൾ അവർ പിന്നെ ഞാൻ കൊണ്ടുവന്ന് അഡ്വാൻസ് ചെയ്ത് നമ്മൾ എഗ്രോയൊക്കെ എഴുതി ഒപ്പുവെച്ച് പോയേക്ക്. മെയ് 5-ാം തീയതി സിനിമ ഷൂട്ട് തുടങ്ങി. ഈശ്വര ദൈവം അനുഗ്രഹിച്ച ചേച്ചിക്ക് ഒരുപാട് സിനിമയും ഒരുപാട് സീരിയലും, ചേച്ചിക്ക് ബിസി ആയിട്ട് ജീവിതം പോട്ടെ, അതാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. പിന്നെ ഈ പറഞ്ഞ പോലെ ചേച്ചി എന്നെ ഒന്ന് വരട്ടിയെങ്കിലും എൻ്റെ ബീഫ് ഉണ്ടാക്കിയത് നല്ലതെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം. കാരണം ഇത്രയും കൈപ്പുണ്യമുള്ള ഒരു അമ്മയുടെ വായിൽ നിന്ന് അത് കേൾക്കാന്ന് പറയുന്നത് എനിക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടിയ പോലെ തന്നെ കേട്ടോ. എന്തായാലും അത് ടിഷ്യൂ അല്ലേ? അല്ല, ഇതൊരു സത്യം പറഞ്ഞാൽ ചേച്ചി ഒരു ടിഷ്യൂ പേപ്പർ തന്നെങ്കിൽ പോലും ഞാൻ അതൊരു സർട്ടിഫിക്കറ്റ് ആയിട്ട് തന്നെ അംഗീകരിക്കുകയാണ്. കാരണം പാചകം എന്നും എനിക്കൊരു ഹരമാവുന്നിടത്തോളം കാലം എനിക്ക് ഒരു വാക്കായാലും അതെനിക്ക് വലിയൊരു സർട്ടിഫിക്കറ്റ് തന്നെയാണ്. കൽപ്പനയുടെ കൂടെ ഇതേപോലെ ഞാൻ മറ്റേ ഈ ചാനലിൽ തന്നെ അപ്പുറത്ത് ഉണ്ടായിരുന്നു. അത് നമ്മൾ പരസ്പരം ഇങ്ങനെ ഇതിൻ്റെ അല്ല വേറൊരു ഇതിന് വേണ്ടി അന്ന് ഇതേപോലെ കൽപ്പനയോട് കണ്ട് സംസാരിച്ചു. പിന്നെ ചാർലി സിനിമ അഭിനയിച്ചപ്പോഴേക്കും വീടിൻ്റെ പറ്റലായിരുന്നു അഭിനയിച്ചത്.
അപ്പോൾ എന്നോട് പറയാടാ എനിക്ക് കരിമീൻ പൊള്ളിച്ചതും ചപ്പാത്തിയും തിന്നണോടാന്ന് പറഞ്ഞു. തലേ ദിവസം ഞാൻ പറയാൻ എന്താടാ എനിക്ക് നാളെ ഞാൻ കൊണ്ടുവന്ന് കരിമീൻ പൊള്ളിച്ച് ചപ്പാത്തിയും തരാമെന്ന് പറഞ്ഞു. ഞാൻ കരിമീൻ പൊള്ളിച്ച് ചപ്പാത്തിയായിട്ട് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഇത്തിരി സീന ഉണ്ടായി, ഞങ്ങളുടെ ഇത്തിരി സീന ഉണ്ടായി, ഫോട്ടോ വെച്ചിക്ക് പോയെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ മോൻ്റെ ബൈക്കിന് കയറി ഞാൻ ഫോട്ടോ വെച്ചിക്ക് കൊണ്ടുപോയി കൊടുത്തു. എൻ്റെ കയ്യിൽ നിന്ന് ലാസ്റ്റ് മോള് ചെയ്യുന്നതാണ്. ഞാൻ ഹൈദരാബാദിൽ നിൽക്കണ്, ഞാൻ അഹമ്മദാബാദിൽ നിൽക്കണ്, ഹൈദരാബാദിൽ കിടന്ന് മരിക്കണം. അതൊരു ഭയങ്കര ഒരു വിഷയം. നമുക്ക് എല്ലാവർക്കും അത് ചേച്ചിക്കെന്നല്ല എനിക്കെന്നല്ല നമ്മുടെ എല്ലാ മലയാളികൾക്കും അത് എന്നൊന്നുമുള്ള ഒരു വിഷമം തന്നെയാണ്. അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. ചേച്ചി ഇല്ല എന്നുള്ളൊരു കാലത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടില്ല. പെട്ടെന്ന് അങ്ങ് ഓടിപ്പോയി കളഞ്ഞു. ആരോടും ഒന്നും പറയാൻ. എന്താ വെച്ചാൽ ഞങ്ങളൊരു ബാല്യകാല സംഗീതം സീരിയൽ അഭിനയിച്ചപ്പോൾ ഞാൻ അവിടെ വന്ന് അഭിനയപ്പോഴേക്കും തന്നെ ആള് പോയി ഇല്ലാതെ ഇങ്ങനെ ക്ഷീണിച്ചിരിക്കണം. അപ്പോൾ ഞാൻ എന്ത് പറ്റടാന്ന്, എനിക്ക് ഇത്ര ക്ഷീണം എന്താണ്? ഒന്നുമില്ലമ്മ, എനിക്ക് പെട്ടെന്നൊരു പനി പിടിച്ചതാണ്. എന്തോ അവൾക്ക് നല്ല തക്ക ക്ഷീണം ഉണ്ടായിരുന്നു. നമ്മളുടെ ആരോടും ഒന്നും മിണ്ടിയില്ല. ഒന്നുമില്ലമ്മ, എനിക്ക് ഒന്നുമില്ല മോളടാ, ഒന്നുമില്ലമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മളോട് എപ്പോഴും കളിയും തമാശയായിരിക്കും. പക്ഷേ ഇങ്ങനെ പോകുമെന്നുള്ളൊരു പ്രതീക്ഷ പോലും ഇല്ലായിരുന്നു. നമ്മുടെ ഒരു നല്ല നിമിഷം നമുക്ക് വിഷമിക്കണ്ട അല്ലേ? നമ്മൾ എന്തായാലും ചവിട്ട് നാടകത്തിലല്ലേ തുടങ്ങിയേ. ചേച്ചി ഒരു പാട്ട് പാടിത്തരുമോ ചവിട്ട് നാടകത്തില്? പ്ലീസ്, ഞങ്ങൾക്കൊന്ന് കേൾക്കട്ടെ, ഞങ്ങളുടെ ജനറേഷനിൽ കേട്ടിട്ടില്ല. എന്നിട്ട് സിനിമയിൽ പാടാനാണ്? ഞാൻ സിനിമയിലേക്ക് വരുന്നില്ല. ഇല്ലേ? എന്താണ്? വേണ്ട, ഞാൻ വീട്ടിൽ നിന്നോളാം. മതി, ഇനി സിനിമയിലൊക്കെ പോവാ. ഇനി കുറച്ച് കാര്യം സിനിമ നടന്നിട്ട് കുറെ ഉണ്ടാക്കിയല്ലേ. ഞാൻ സിനിമയിലില്ല, ഞാൻ വീട്ടിലുള്ളു. ഏട്ടന്റെ ഭാര്യയായിട്ട് ഞാൻ വീട്ടിൽ നിന്നോളാം. എത്ര പിള്ളേരുണ്ട്? എനിക്ക് 3 ആൺകുട്ടികൾ. ഭാഗ്യശാലി. അതൊക്കെ ഈശ്വരന്റെ അനുഗ്രഹ ചേച്ചി. എന്താ ജോലി? മക്കൾക്ക് ജോലിയാ, പഠിക്കുന്നേ ഉള്ളൂ. കുഞ്ഞു പിള്ളേര്. അത്രേ ഉള്ള? പിന്നെ എന്തിന് കുക്കർ ഷോയിൽ വന്ന് ഈ കാച്ചുണ്ടാക്കും? കുഞ്ഞു പിള്ളേർ തീരെ കുഞ്ഞു പിള്ളേരല്ലോ, കുറച്ച് വലുതായി. എനിക്ക് കുക്കറി ഭയങ്കര ഇഷ്ടമാണ്. കാശുണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് വരുന്നതല്ല, എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമുള്ളത്. അപ്പൊ അതിന്റെ ഒരു മേഖല ആയതുകൊണ്ടും എനിക്ക് അവിടെയുള്ള ഇഷ്ടം കൊണ്ടും വന്നതാ. പിന്നെ എന്റെ അമ്മ 10 പൈസ കൊടുത്തു. ഞാൻ പറയുന്നത് കേൾക്കൂ, പൈസയുടെ കാര്യമല്ല, ഇതിനേക്കാട്ടിലും ഒക്കെ ഒരു വലിപ്പം എന്താ അറിയോ? എന്റെ അമൃതാനന്ദമായി അമ്മ, ഞാൻ അമ്മയുടെ സ്ഥാനത്ത് കാണുന്ന എന്റെ അമ്മ ഒരു വാക്ക് എന്നോട് പറഞ്ഞാൽ അതിന് മറുവാക്കില്ല എനിക്ക്. അപ്പൊ അമ്മേനെ പറ്റിച്ചാണ്? അമ്മയെ പറ്റിക്കാറില്ല. ഇല്ല, അമ്മയെ പറ്റിക്കാറില്ല. അമ്മേനെ അവിടെ ആരും പറഞ്ഞു അമ്മേനെ പറ്റിച്ച് കാശും കൊണ്ടുപോയി. അതെ, ഞാനൊരു കാര്യം ചെയ്യട്ടെ, ചേച്ചിക്ക് 2 ആൺകുട്ടികളല്ലേ? അതെ. അമ്മയെ പറ്റിക്കാറുണ്ടോ? എന്നെ പറ്റില്ല. അതേപോലെയാണ് ഈ മകളും എന്റെ അമ്മയെ പറ്റിക്കാറില്ല. എന്റെ മക്കൾ എന്നെ ശരിക്കും പറ്റിക്കാറുണ്ട്. അത് ഞാൻ പറ്റിക്കാറില്ല. പക്ഷെ അവര് ഒന്നും ഇല്ലെങ്കിൽ ഇറക്കല്ലേ പ്യാഴ്ച വന്ന് കട്ടങ്കിൽ എടുത്തോണ്ട് പോയിക്കളെ. എനിക്ക് ചവിട്ട് നാടകത്തിനെ പറ്റി പാട്ട് പാടി തരുമോ? ഇല്ലേ? നാട്ടിൽ രാജാനായി വാണിടും കാലാമതിൽ അസ്തമിച്ച് സൂര്യ നിന്നി പ്രാംസിൽ അസ്തമിച്ചാതാലേ ഏകനായി പോയിടും ധ്യാനത്തിനായി മാതാ നൽവിട നൽകി എന്നെ കർത്തിടണേ. ഇങ്ങനെയുണ്ട്. നല്ലതാ, നല്ല എനർജി, ടച്ച് വുഡ്. അപ്പൊ സിനിമയിലാണ് ഇങ്ങനെ പാടിയാണെങ്കിൽ അതാണ് കാര്യം. ചവിട്ടാടോ സിനിമയായിട്ട് ഭയങ്കര വ്യത്യാസം കാര്യം. തീർച്ചയായിട്ടും. എന്തായാലും ചേച്ചി കുറച്ച് സമയം വന്ന് ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് വളരെ താങ്ക് യു വെരി മച്ച്.